മഴത്തോരും മുമ്പിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നമ്മുടെ റീത്താമ്മ വളരെ വലിയ വെല്ലുവിളികൾ അലീനയോട് നടത്തുന്നൊരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുക. സത്യം പറഞ്ഞാൽ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമോ യാതൊരു ഉപകാരമോ ഇല്ല എന്ന് കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ. അതായത് വന്ന് സ്റ്റാലിനുമായിട്ട് ഒരു യുദ്ധം നടത്തിക്കൊണ്ട് റീത്താമ്മ പോവുകയാണ്. തുടർന്ന് റീത്താമ്മ പറയുന്നുണ്ട്, സ്റ്റാലിന് അവളെ ഏറ്റെടുക്കേണ്ട യാതൊരു ആവശ്യമോ കാര്യമോ ഉണ്ടായിരുന്നില്ല. വെറുതെ തങ്ങളെ അപമാനിക്കാനായിട്ട്, എല്ലാവരുടെയും മുമ്പിൽ തങ്ങളുടെ വീട്ടുകാരെ നാണം കെടുത്താനായിട്ട് നിങ്ങൾ ചെയ്തതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ നമ്മുടെ റീത്താമ്മ പൊട്ടിത്തെറിച്ചുകൊണ്ട് സ്റ്റാലിനോട് ദേഷ്യപ്പെടുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം എൻ്റെ മകളെ എനിക്ക് ഉപേക്ഷിക്കാനായിട്ട് കഴിയില്ല എന്ന് പറയുമ്പോൾ റീത്ത പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളെ പോലീസുകാർ വന്ന് ശരിയാക്കിക്കോളും, നിങ്ങളുടെ ബന്ധമുണ്ടല്ലോ അത് അവസാനിപ്പിച്ചോളും എന്ന് പറയുമ്പോൾ, അതെ എനിക്കറിയാം റീത്താമ്മ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നൊക്കെ. നിങ്ങൾ എന്നെ പഠിപ്പിക്കാനായിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലായോ? എൻ്റെ മകളെക്കുറിച്ചുള്ള കാര്യങ്ങളല്ലേ, അതെല്ലാം ഞാൻ തെളിവ് അന്വേഷിക്കാൻ വരുന്നവർക്ക് കൊടുത്തോളാം എന്ന് പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നു. ഇതേ സമയം റീത്തിയാണെങ്കിൽ എങ്കിൽ ശരി സ്റ്റാലി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പോകുന്നു. തുടർന്ന് അലീനയെ കാണണമെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലി മുറിയിലായിരിക്കും. അപ്പോൾ നമ്മുടെ പൗലോസ് അലീനയുടെ മുറി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടേക്ക് ചെല്ലുന്നുണ്ട് റീത്തയാണെങ്കിൽ അധികമൊന്നും മിണ്ടുന്നില്ല. അവളെ കാണുക മാത്രമേ ഉള്ളൂ, അതായത് അലീനയെ കാണുക മാത്രമേ ഉള്ളൂ. പെങ്ങളാണെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. കൃത്യമായ ചികിത്സയും കാര്യങ്ങളൊന്നും കൊടുക്കാതെയാണ് തൻ്റെ അനിയത്തിക്ക് ഇത്തരമൊരവസ്ഥ വന്നത് എന്ന് തിരിച്ചറിയുന്ന അലീന വളരെയധികം സങ്കടപ്പെടുന്നുണ്ട് എന്ന് കാണാനായിട്ട് അൻ്റപ്പൻ റീത്താമ്മയെക്കുറിച്ചെല്ലാം നമ്മുടെ അലീനയോട് പറഞ്ഞു കൊടുക്കുന്നതും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് കൂട്ടുകാരെ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ.